الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിൻ്റെ ആത്മാവിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്. ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അവരുടെ ജീവിത പരിസരങ്ങളെയും കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ്. ഖുർആനിൽ 26ഓളം അധ്യായങ്ങളിൽ 68 സ്ഥലങ്ങളിലായി 10ഓളം സ്ഥാനപ്പേരുകളിൽ ഖുർആൻ വിശദീകരിക്കുന്ന മഹാനായ പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഓരോ നമസ്കാരത്തിലും നാം അദ്ദേഹത്തിൻ്റെ നാമം അയവിറക്കി പോകുന്നുണ്ട്. പുരാതന ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിൽ ജനിച്ച് ഷാം, സിറിയ, ഫലസ്തീൻ, മക്ക മുതലായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം കാഴ്ചവെച്ച ജീവിത സന്ദേശം ഇക്കാലഘട്ടത്തിലും ഏറെ പ്രസക്തമാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. സെമിറ്റിക് മതങ്ങൾ, പശ്ചിമേഷ്യയിൽ ഉദയം ചെയ്തിട്ടുള്ള ജൂത, ക്രൈസ്തവ, ഇസ്ലാം മതങ്ങളെല്ലാം തന്നെയും ഈ പ്രവാചകനെ ഒരു മാതൃകാ പുരുഷനായി അംഗീകരിക്കുകയും ആ നിലയിൽ ആ മതങ്ങളുടെ അനുയായികളൊക്കെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു വരുന്നുണ്ട്. അവരിൽ നിന്ന് എത്ര കണ്ട് വ്യത്യസ്തമാണ് നമ്മുടെ ആദരവും ബഹുമാനവും എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആമുഖമായി ഓതിവച്ച വചനം ഖുർആനിലെ 2ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 130ാമത്തെ സൂക്തമാണ്. ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്, വമൻ യർഗബ് അൻ മില്ലത്തി ഇബ്രാഹിം, ഇബ്രാഹീമിൻ്റെ മില്ലത്തിനോട് അല്ലെങ്കിൽ മാർഗത്തോട് വിമുഖത കാണിക്കുന്നവൻ ആരാണ്? ഇല്ലാമൻ സഫിഹ നഫ്സ, സ്വന്തം ആത്മാവിനെ മൂഢനാക്കിയവനല്ലാതെ, സ്വയം വിഡ്ഢിയായവനല്ലാതെ ആരാണ് ഇബ്രാഹീമിൻ്റെ മാർഗത്തോട് വിമുഖത കാണിക്കുന്നത്? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ഇഹലോകത്തിൽ നാം അദ്ദേഹത്തെ വിശിഷ്ടനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. വ ഇന്നഹു ഫിൽ ആഖിറത്തി ലമിന സ്വാലിഹീൻ, തീർച്ചയായും അദ്ദേഹം പരലോകത്ത് സച്ചരിതരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുന്നതാണ്. ഒരു വ്യാഖ്യാനത്തിനും ഇടയില്ലാത്ത വണ്ണം അള്ളാഹു തന്നെയും വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാർഗം എന്താണ് എന്നും
ആ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞു പോകുന്നവൻ സ്വയം വിഡ്ഢിയായവനും ആത്മനാശത്തിന് വിധേയമായവനുമാണ് എന്ന് ആ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ മില്ലത്തിലാണ് എന്ന് പറയുകയും എന്നാൽ പ്രവർത്തനങ്ങളും ജീവിതവും ഒക്കെ ആ മാർഗത്തിന് നേരെ വിപരീതമായി മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ലോകത്ത് എമ്പാടുമുള്ള മനുഷ്യർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഈ സത്യസന്ദേശവുമായി വന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന പ്രബോധിതരായ ആളുകൾ പറഞ്ഞത് ഞങ്ങൾ ഇബ്രാഹിമിൻ്റെ മില്ലത്തിലാണ് എന്നതാണ്. അതിനവർ ന്യായമായി പറഞ്ഞത് അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിമിൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രനായ ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഒക്കെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പം അതാണ് ഇബ്രാഹിം മില്ലത്ത് എന്ന് ധരിച്ചു വച്ച ഒരു സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധന ദൗത്യവുമായിട്ട് വരുന്നത്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം തുബരി രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: റഗബത്തുൽ യഹൂദു വൻ നസാറ അൻ മില്ലത്തി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ മില്ലത്തിൽ നിന്ന്, മാർഗത്തിൽ നിന്ന് യഹൂദികളും നസ്രാക്കളും തിരിഞ്ഞു പോവുകയുണ്ടായി, വിമുഖത കാണിക്കുകയുണ്ടായി. വബുത്തഉ അൽ യഹൂദിയ വൻ നസ്രാനിയ. അവർ പുതിയതായി യഹൂദിസവും അല്ലെങ്കിൽ ക്രൈസ്തവിസവും അവർ പ്രഖ്യാപിക്കുകയുണ്ടായി, നടപ്പിലാക്കുകയുണ്ടായി. വലൈസത്ത് മിനല്ലാഹ്. അതൊന്നും അള്ളാഹുവിങ്കൽ നിന്നുള്ളതായിരുന്നില്ല. വതറക്കു മില്ലത്ത് ഇബ്രാഹിം അൽ ഇസ്ലാം. ഇബ്രാഹീമിൻ്റെ മില്ലത്തായ ശുദ്ധമായ ഏകദൈവ വിശ്വാസമുള്ള അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന ആ മാർഗത്തെ അവർ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം തുബരി രേഖപ്പെടുത്തിയത്. ഇമാം ഖുർത്തുബി പറയുകയാണ്, കാല ഖത്താദ റളിയല്ലാഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് റിവായത്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഹുമുൽ യഹൂദ വൻ നസാറ. ഈ വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം എന്ന് പറയുന്നത് യഹൂദികളെയും നസ്രാക്കളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. റഗബു അൻ മില്ലത്തി ഇബ്രാഹിമ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മാർഗത്തെ അവർ ഉപേക്ഷിച്ചു കളഞ്ഞു. വത്തഹദുൽ യഹൂദിയ വൻ നസ്രാനിയ. എന്നിട്ട് അവർ യഹൂദ മതവും അതേപോലെ തന്നെ ക്രൈസ്തവ മതവും സ്ഥാപിക്കുകയുണ്ടായി, ബിദ്അത്തൻ പുതിയതായിക്കൊണ്ട്. ലൈസത്ത് മിനല്ലാഹ്. അതൊന്നും അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായതല്ല. അപ്പോൾ അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായിട്ടുള്ള ശുദ്ധമായ ഏകദൈവ വിശ്വാസം അടങ്ങിയിരിക്കുന്ന ഇബ്രാഹീമിയ മില്ലത്തിൽ നിന്ന് മാറിക്കൊണ്ട് സ്വന്തമായ മാർഗം സ്വീകരിച്ച എക്കാലത്തെയും ആളുകൾ ഈ യഥാർത്ഥ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചവരാണ് എന്ന് അള്ളാഹു ഈ വചനത്തിലൂടെ പറയുകയാണ്. എന്താണിനി ക്രൈസ്തവരും യഹൂദരും ഒക്കെ പറഞ്ഞത് എന്ന് ഖുർആൻ വീണ്ടും പറയുന്നുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ തന്നെ 135-ാമത്തെ വചനത്തിൽ അവർ അള്ളാഹു പറയുന്നു: വഖാലു. അവർ പറഞ്ഞു, കൂനു ഹൂദൻ ഔ നസാറ. ഒന്നുകിൽ നിങ്ങൾ യഹൂദികളോ അതല്ലെങ്കിൽ നസ്രാണികളോ ആയിരിക്കുക. തഹ്തദു. എങ്കിൽ നിങ്ങൾ സന്മാർഗം അവലംബിക്കുന്നവരാകും. നിങ്ങൾ നല്ല മാർഗത്തിലേക്ക് വരണമെങ്കിൽ, ശരിയായ ജീവിതത്തിലേക്ക്, ശരിയായ മാർഗത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ജൂതന്മാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ആകണം. കുൽ. പറയുക പ്രവാചകരെ, ബൽ. അതല്ല, മില്ലത്ത ഇബ്രാഹീമ ഹനീഫ. ഇബ്രാഹീമി മില്ലത്താണ് നിങ്ങൾ പിന്തുടരേണ്ടത്. വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ലല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ മാർഗം ശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ് എന്നും വക്രതയില്ലാത്ത ഋജുവായിട്ടുള്ള പാതയിലുള്ള ഇബ്രാഹീമിൻ്റെ മാർഗമാണ് അവലംബിക്കേണ്ടത് എന്നും നീ അവരോട് പറയാൻ അള്ളാഹു ആ വചനത്തിലൂടെ പ്രവാചകനെ ഉദ്ബോധിപ്പിക്കുകയാണ്. എസ്രാ പ്രവാചകൻ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറയുന്ന യഹൂദികൾ, ഈസാ ഇബ്നു മറിയം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറയുന്ന ക്രൈസ്തവർ, അവരൊക്കെയും ഈ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരാണ്. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രവാചകന്റെ അതേ നാമമുള്ള ഒരു വ്യക്തി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ മതങ്ങളുടെയും ആശയം ഒന്നു തന്നെയാണ് എന്നതാണ്. സർവമത സത്യവാദം എന്ന പേരിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി
നമ്മുടെ ആളുകളൊക്കെയും സജീവമായി ചർച്ചക്കെടുക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണത്. എല്ലാ മതങ്ങളും ഒന്നാണ്, അല്ലെങ്കിൽ എല്ലാ മതങ്ങളുടെയും ആശയം ഒന്നു തന്നെയാണ് എന്നത്. ഏതൊരു പരിസരത്തിൽ നിന്ന് ഏതൊരു സാഹചര്യത്തിലാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ലോകത്ത് അതിവേഗത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഇസ്ലാമിനെ വിമർശനാത്മകമായി പഠിച്ച പലരും ഇസ്ലാമിൻ്റെ അനുയായികളായി മാറിയിട്ടുണ്ട്. ആ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് ഈ ഒരു വിദണ്ഡമായ വാദം ഉന്നയിക്കപ്പെടുന്നത്. അത് ഇസ്ലാമിൻ്റെ പ്രചാരണത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിലോമകരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചില വസ്തുതകളിലേക്ക് നമ്മൾ നോക്കുക. ലോകത്തെ അനേക രാഷ്ട്രീയങ്ങളുണ്ട്. നമ്മൾ ആരെങ്കിലും പറയുമോ എല്ലാ രാഷ്ട്രീയവും ഒന്ന് തന്നെയാണ്, എല്ലാം സത്യമാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലോകത്തുള്ള എല്ലാ രാഷ്ട്രീയങ്ങളും വ്യത്യസ്തങ്ങളാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഒരാൾ പറയണതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നിരാകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതേപോലെ അനേക സംസ്കാരങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ സംസ്കാരങ്ങളും ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഒരാളും അത് സമ്മതിച്ചു കൊടുക്കുകയില്ല. ഒരുപാട് ശാസ്ത്രീയമായ പുരോഗതികൾ ലോകത്തുണ്ടായിട്ടുണ്ട്. എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് തിരുത്തേണ്ടി വരും. ശാസ്ത്രം തന്നെയും പിൽക്കാലത്ത് എത്രയോ തിരുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മതങ്ങൾ ഒന്നാണ് എന്ന് പറയാം? ശുദ്ധമായ ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്യുന്ന ഇസ്ലാം, അതേപോലെ 33 കോടി ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു മതങ്ങൾ, അതെല്ലാം ഒന്നു തന്നെയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതേപോലെ വീണ്ടും ഒരു പുനരുദ്ധാനം, മരണശേഷം എല്ലാവരെയും അള്ളാഹു വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും, എന്നിട്ട് ചെയ്ത കർമ്മങ്ങൾക്കനുസൃതമായ നന്മതിന്മകളൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്ന കൃത്യമായ പരലോക വിശ്വാസമുള്ള ഇസ്ലാം. എന്നാൽ നിങ്ങൾ ഈ ലോകത്ത് അനുഭവിക്കുന്നതൊക്കെ ഇവിടുന്ന് തന്നെയും അനുഭവിക്കേണ്ടി വരും. ഓരോരുത്തരും ആടായും മറ്റു ജീവികളും ഒക്കെ ആയിട്ട് വരുന്നത് അവരുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ മോശമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് എന്ന് പറയുന്ന ആശയവും എങ്ങനെയാണ് യോജിച്ചു പോവുക? 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അള്ളാഹു ഈ സത്യസന്ദേശം പ്രബോധനം ചെയ്യാൻ തൻ്റെ പ്രവാചകന്മാരായി, ദൂതന്മാരായി നിയോഗിച്ചു എന്ന് പറയുന്ന ഇസ്ലാം. എന്നാൽ ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ അവതാര പുരുഷന്മാരായി വന്നിട്ടുള്ളവരാണ്. ഈ അവതാര സങ്കല്പവും പ്രവാചക സങ്കല്പവും തമ്മിൽ എങ്ങനെയാണ് ഒത്തുപോവുക? എന്നാൽ ഇതിനെ എല്ലാത്തിനെയും കൂടി കൂട്ടിക്കെട്ടിയാണ് നമ്മൾ പറയുന്നത് ഇതെല്ലാം ഒന്നു തന്നെയാണ് എന്ന്. എന്നാൽ ചില സമാനതകൾ ധാർമ്മികമായ കാര്യങ്ങളിൽ, മദ്യം, വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ, അതിൻ്റെ ദോഷങ്ങൾ പറയുന്നിടത്തിലൊക്കെ സമാനതകൾ ഉണ്ടായേക്കാം. എന്നാൽ എല്ലാം ഒന്നാണ് എന്ന് പറയുക ഒരിക്കലും സാധ്യമല്ല. അവിടെ എന്താണ് അള്ളാഹു പറഞ്ഞത്? ഞങ്ങൾ ഏതെങ്കിലും മതത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാളും രക്ഷപ്പെടുകയില്ല. ശുദ്ധമായ വിശ്വാസവും പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് രക്ഷപ്പെടുക. നമ്മളൊക്കെ മുസ്ലിങ്ങളായി ഖുർആനിലെ 29-ാമത്തെ അധ്യായം സൂറ അൻകബൂത്തിൽ 2-ാമത്തെ വചനം അള്ളാഹു പറയാം, ജനങ്ങൾ വിചാരിക്കുകയാണ് ആമന്ന, അവർ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹു അവരെ വിട്ടുകളയുമെന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു വിശ്വാസികളാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഉൾപ്പെട്ടവരാണ്, ഇന്ന മതത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളെയും അള്ളാഹു വിടുകയില്ല എന്നാണ് അള്ളാഹു ആ വചനത്തിലൂടെ പറയുന്നത്. ഖുർആനിലെ 2-ാമത്തെ അധ്യായത്തിലെ 62-ാമത്തെ വചനം അള്ളാഹു കുറെ കൂടി കൃത്യമായി പറയാം, ഇന്നല്ലദീന ആമനു, പ്രവാചകൻ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആളുകൾ, വല്ലദീന ഹാദു, അതേപോലെ തന്നെ യഹൂദികളായിട്ടുള്ള ആളുകൾ, വന്നസാറ, ക്രൈസ്തവരായ ആളുകൾ, വസ്സാബീൻ, സ്വാബി മതക്കാരായ ആളുകൾ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരാണോ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നത്, വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരാണോ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, തീർച്ചയായിട്ടും അവർക്ക് അവരുടെ പ്രതിഫലം അവരുടെ രക്ഷിതാവിൻ്റെ പക്കൽ ഉണ്ടാകുന്നതാണ്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരൊരിക്കലും ഭയപ്പെടുകയേണ്ടതില്ല, ദുഃഖിക്കേണ്ടി വരികയുമില്ല. എന്താണ് ഈ ആയത്ത് പറയുന്നത്? ഈ ആയത്ത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്.
ആ ആയത്തിലെല്ലാം വന്നില്ലേ? വിശ്വാസികളെ പറഞ്ഞില്ലേ, യഹൂദികളെ പറഞ്ഞില്ലേ, ക്രൈസ്തവരെ പറഞ്ഞില്ലേ? അപ്പൊ എല്ലാവരും ഒന്നാണ്. വിശ്വാസം അതേപോലെ തന്നെ പ്രവർത്തനവും ഉണ്ടായാൽ റെഡിയായി എന്നാണ് ഈ ആയത്ത് തന്നെ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു വകുപ്പിലായതുകൊണ്ട് കാര്യമില്ല എന്നാണ്. നിങ്ങളുടെ വിശ്വാസം കൃത്യമാകണം, പ്രവർത്തനം റെഡിയാകണം. എങ്കിൽ മാത്രമാണ് അള്ളാഹുവിങ്കൽ അത് പരിഗണിക്കപ്പെടുക. ശരിയായ വിശ്വാസത്തെയും സൽക്കർമ്മങ്ങളെയും ഈ വചനം അടിവരയിടുകയാണ്. ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറ ഹജ്ജിലെ 17-ാമത്തെ വചനം കുറെ കൂടി അള്ളാഹു വ്യക്തമായി പറയാം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഈന വന്നസാറ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകൾ, അതേപോലെ തന്നെ യഹൂദികൾ, അതേപോലെ തന്നെ സ്വാബികൾ, അതേപോലെ തന്നെ ക്രൈസ്തവരായ ആളുകൾ, വൽ മജൂസ മജൂസികളായ ആളുകൾ, വല്ലദീന അശ്റകു അതേപോലെ തന്നെ അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകൾ, ഇന്നല്ലാഹു യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ. പുനരുദ്ധാന നാളിൽ അള്ളാഹു ഇവരെ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അവർക്കിടയിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ എത്ര കണ്ട് കൃത്യമായിട്ടുണ്ട് എന്ന പരിശോധനയിൽ വളരെ കൃത്യമായി അള്ളാഹു തീർപ്പ് കൽപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളായി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സമൂഹത്തെയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആ സമൂഹത്തെ അടക്കം ഒരാളെയും അള്ളാഹു വെറുതെ വിടുകയില്ല. ആ വിശ്വാസത്തിനനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളും നിർമ്മലമായ വിശ്വാസവുമായിരുന്നോ എന്ന് പരിശോധിച്ചുകൊണ്ടായിരിക്കും ഉത്തരം നൽകുക എന്നതാണ്. അതാണ് ഇബ്രാഹിമി മില്ലത്തിന്റെ പ്രത്യേകതയായി പറയുന്നത്. നോക്കൂ നിങ്ങൾ, 60-ാമത്തെ അധ്യായം സൂറ മുംതഹിനയിലെ 4-ാമത്തെ വചനം അള്ളാഹു പറയുകയാണ്, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലും അദ്ദേഹത്തോടൊപ്പമുള്ള ജനങ്ങളിലും നിങ്ങൾക്ക് വളരെ വ്യക്തമായ സന്മാർഗമുണ്ട്, മാതൃകയുണ്ട് എന്ന് പറയുകയാണ്. വഇദ് ഖാലൂ ലിഖൗമിഹിം, അവരവരുടെ ജനതയോട് പറഞ്ഞ സന്ദർഭം, ഇന്നാ ബുറആഉ മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിവാണ്. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, പടച്ചവന് പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് തേടുന്നുണ്ടോ ആ ആരാധ്യന്മാരിൽ നിന്നും ഞങ്ങൾ ഇതാ ഒഴിവായിരിക്കുന്നു. കഫർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ നിഷേധിക്കുകയാണ്. വബദാ ബൈനനാ വബൈനക്കുമുൽ അദാവത്തു വൽ ബഗ്ളാഉ അബദ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ വിദ്വേഷവും അതേപോലെ തന്നെ ശത്രുതയും പ്രകടമായിരിക്കുന്നു. ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദ, അല്ലാഹുവിൽ നിങ്ങൾ കൃത്യമായി വിശ്വസിക്കുന്നത് വരെ, പടച്ചവനായ അല്ലാഹുവിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുന്നത് വരെയും ഈ വിദ്വേഷവും ഈ എതിർപ്പും ഈ അകൽച്ചയും ഒക്കെ നിലനിൽക്കുമെന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികളിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറയാം. ഇബ്രാഹിം മില്ലത്തിനെ അള്ളാഹു വളരെ സ്പഷ്ടമായി ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞറിയിക്കുകയാണ്. അപ്പൊ എല്ലാം ഒന്നാണ് എന്ന് പറയലല്ല, സത്യം സത്യമാണ് എന്ന് അംഗീകരിക്കലും അസത്യത്തെ അസത്യമായി തന്നെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിന്റെ മൗലികമായിട്ടുള്ള ആശയമാണ് ഏകദൈവ വിശ്വാസം. ആ ഏകദൈവ വിശ്വാസത്തിന് ഒരു നിലക്കും പോറലേൽക്കുന്ന ഒരു പ്രവർത്തനത്തെയും ഇസ്ലാം അംഗീകരിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, 7-ാമത്തെ അധ്യായം സൂറ അറാഫിലെ 194-ാമത്തെ വചനം അല്ലാഹു പറയാം, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇബാദുൻ അംസാലുക്കും, അവർ നിങ്ങളെപ്പോലുള്ള അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാകുന്നു. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെയൊക്കെ ആരാധിക്കുന്നുണ്ടോ അവർക്കൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ ഏതെങ്കിലും ഒരു അംഗീകാരമോ പ്രത്യേകമായ എന്തെങ്കിലും പദവികളോ ഇല്ല. എല്ലാം അള്ളാഹുവിന്റെ മുമ്പിലുള്ള ദാസന്മാർ തന്നെയാണ്, നിങ്ങളെപ്പോലുള്ള ദാസന്മാർ തന്നെയാണ്. നിങ്ങൾക്ക് പ്രയാസങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവോ അതേപോലെയുള്ള ആവശ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചവരാണവർ എന്ന കൃത്യമായ സന്ദേശമാണ് ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറ അറാഫിലെ 194-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. അതേ ആശയം കുറെ കൂടി വ്യക്തമായി പറയാം. 6-ാമത്തെ അധ്യായം സൂറ അൻആമിലെ 161-ാമത്തെ വചനം
പ്രവാചകനോട് കൽപ്പിക്കുകയാണ്, കുൽ പറയുക പ്രവാചകരെ, ഇന്നനി ഹദാനി റബ്ബി, ഇതാകുന്നു എൻ്റെ സന്മാർഗമായിട്ടുള്ള നേരായ മാർഗം, ഇലാ സിറാത്തിൻ മുസ്തഖീം, ആ ചൊവ്വായ പാതയിലേക്ക് അള്ളാഹു എന്നെ വഴി കാണിച്ചിരിക്കുന്നു. ദീനൻ ഖിയമില്ലത്ത ഇബ്രാഹിം ഹനീഫ, വക്രതയില്ലാത്ത ശുദ്ധമായ ഇബ്രാഹിമിൻ്റെ ആദർശത്തിലേക്കാകുന്നു എന്നെ വഴി കാണിച്ചിരിക്കുന്നത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും അദ്ദേഹം ബഹുദൈവ വിശ്വാസികൾപ്പെട്ടവനായിരുന്നില്ല. നിങ്ങളെ ജൽപ്പിക്കുന്നത് പോലെയുള്ള ഒന്നിലും വിശ്വസിക്കുന്ന ആളായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ജീവിതം കൊണ്ട് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത് നോക്കൂ നിങ്ങൾ, ഒരു പുരുഷായുസ് കൊണ്ട് നടന്നു തീർക്കാൻ പറ്റാത്ത അത്രയും ദൂരമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടന്നുപോയിട്ടുള്ളത്. ഇറാഖിൽ നിന്നും പലസ്തീനിലേക്കും ഷാമിലേക്കും സിറിയയിലേക്കും മക്കയിലേക്കൊക്കെയുള്ള ഇന്നത്തെ ദൂരം തന്നെ നമ്മളൊന്ന് അളന്ന് കണക്കാക്കേണ്ടതുണ്ട്. അതൊക്കെയും ഏകനായി നടന്നുകൊണ്ട് ഈ സത്യസന്ദേശം പ്രചരിപ്പിച്ചവനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ ശുദ്ധമായിട്ടുള്ള മാർഗം സ്വീകരിക്കാനാണ് അള്ളാഹു നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ആ മാർഗത്തെ ആര് തിരസ്കരിക്കുന്നുവോ അവൻ സ്വന്തത്തെ ആത്മനാശത്തിന് അല്ലെങ്കിൽ സ്വയം മൂഢനായ ആളുകളാണ് എന്നതാണ് ഖുർആൻ അവിടെ കൃത്യമായി പറയുന്നത്. ഇതിന്റെ വിശദീകരണത്തിൽ ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയാം, പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് അബൂ ഹുറൈറ ഉദ്ധരിക്കുന്നു, ഹത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്തൻ, പ്രവാചകൻ ഒരു നെടിയ വര ഞങ്ങളുടെ മുമ്പിൽ വരച്ചു. ഖാല, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സബീലുല്ലാഹി മുസ്തഖീമ, ഇതാകുന്നു അല്ലാഹുവിങ്കൽ നിന്നുള്ള നേരായ മാർഗം എന്ന് പറയുന്നത്. വഹത്ത ഹുതൂതൻ അൻ യമീനിൻ വശിമാലിൻ, എന്നിട്ട് പ്രവാചകൻ ആ നെടിയ വരയുടെ വലതുവശത്തേക്കും ഇടതുവശത്തേക്കുമായി അനേകം ചെറിയ കുറിയ വരകൾ പ്രവാചകൻ വരച്ചു. സുമ്മക്കാല, എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഹാദിഹി സുബുലുൻ, ഇതൊക്കെ മാർഗങ്ങളാകുന്നു. ലൈസഹാ സബീലുൻ, ആ ശുദ്ധമായ മാർഗത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള മാർഗങ്ങളാകുന്നു ഇതൊക്കെയും. ആ മാർഗത്തിന്റെ പേര് ഇല്ലാ അലൈഹി ശൈത്താൻ യദ്ഉ ഇലൈഹി, ആ മാർഗത്തിലേക്കൊക്കെയും പിശാച് നിങ്ങളെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ശുദ്ധമായ മാർഗം ഇതൊന്നു മാത്രമാണ് എന്നും ആ വഴിയിലൂടെ നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ മുറുകെ പിടിക്കണമെന്നും പ്രവാചകൻ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ സ്വഹാബിമാരെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസ്ബഹ, പ്രഭാതമായാൽ പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രവാചകന്റെ അദ്കാറുകളിൽ ദിക്റുകൾപ്പെട്ട ഒരു ദിക്റാണിത്. ഇദാ അസ്ബഹ ഖാല അസ്ബഹന അലാ മില്ലത്തിൽ ഇസ്ലാം, ഞങ്ങൾക്ക് പ്രഭാതത്തിൽ ഇസ്ലാമികമായ മാർഗത്തിലൂടെ പ്രഭാതം സമ്മാനിച്ചവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വകലിമത്തുൽ ഇഖ്ലാസ്, അതേപോലെ നിഷ്കളങ്കമായ വചനം സ്വീകരിക്കാൻ ഭാഗ്യം നൽകിയ അല്ലാഹുവിന്. വദീന നബിയിന മുഹമ്മദിൻ വമില്ലത്ത അബീന ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദിന്റെയും അതേപോലെ തന്നെ ഇബ്രാഹിമിന്റെയും മില്ലത്ത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച അല്ലാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഓരോ ദിവസത്തിന്റെയും പ്രഭാതത്തിൽ ഈ മില്ലത്ത് ഇബ്രാഹിമിനെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള തന്റെ പ്രഖ്യാപനം പ്രവാചകൻ നടത്തുകയുണ്ടായി എന്ന് ഈ ഹദീസിലൂടെ അറിയിക്കുകയാണ്. ആ നിലയിൽ നിത്യനൂതനങ്ങളായിട്ടുള്ള ഓരോ ദിവസവും നമ്മൾ കേൾക്കാത്ത പല ജാതി വർത്തമാനങ്ങളും ആശയങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇബ്രാഹിമി മില്ലത്ത് കൃത്യമായി മനസ്സിലാക്കുകയും അത് കൃത്യമായി അനുധാവനം ചെയ്യുകയും ആ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യണമെന്നതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ ഇബ്രാഹിമി മില്ലത്തിനോട് നമ്മൾ കാണിക്കുന്ന കടപ്പാട് എന്ന് പറയുന്നത്. ആ നിലയിൽ വിശ്വാസത്തെയും സൽക്കർമ്മങ്ങളെയും കൃത്യമാക്കാനും എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും സംശുദ്ധീകരിക്കാനും ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.